ഹസ്തിനപുരത്തേക്ക് പാണ്ഡുവിന്റെ കഥകൾ യഥാസമയം ദൂതന്മാർ എത്തിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ 5 പുത്രന്മാർ അയാൾക്ക് പിറന്നിരിക്കുന്നു അത്രേ. ശേഷം ഹസ്തിനപുരത്തും 3 ജീവന്റെ തുടിപ്പുകളുണ്ടായി. വികർണനും ദുശാസനനും ദുഷളയും. ദുഷളയായിരുന്നു കൊട്ടാരത്തിലെ ഒരേ ഒരു പെൺതരി. സഹോദരന്മാർ അവളെ രാജ്ഞിയെപ്പോലെയായിരുന്നു പരിപാലിച്ചിരുന്നത്. ദുര്യോധനൻ കൂടുതൽ സമയവും പരിശീലനത്തിനായിരുന്നു ചെലവഴിച്ചിരുന്നത്. അടുത്ത രാജാവെന്ന സ്വപ്നം വളരെ ചെറുപ്പത്തിൽ തന്നെ അയാളുടെ തലയിൽ കയറിയിട്ടുണ്ടായിരുന്നു. സഹോദരന്മാരുടെ ഇടയിലും ദുര്യോധനന്റെ രാജസ്ഥാനത്തെപ്പറ്റിയുള്ള ഒരു ധാരണ വളരെ ചെറുപ്പത്തിൽ തന്നെ വന്നിരുന്നു. വല്യച്ഛനായ പാണ്ഡുവിന്റെ മക്കളുടെ കഥകൾ വളരെയധികം കൗതുകത്തോടെയായിരുന്നു ദൂതന്മാരിൽ നിന്നും അവർ കേട്ടിരുന്നത്. പക്ഷേ അവർക്ക് ചുറ്റിപ്പറ്റിയുള്ള ദൈവപുത്രന്മാർ എന്ന പദവി അവർക്ക് അവിശ്വസനീയമായിരുന്നു. ആ കാര്യത്തിൽ ധൃതരാഷ്ട്രരുടെ അതേ ചിന്താഗതിക്കാരായിരുന്നു മക്കളും. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത ഹസ്തിനപുരത്തേക്ക് കിതച്ചു വന്നത്. പാണ്ഡു മരണമടഞ്ഞിരിക്കുന്നു. കൊട്ടാരത്തിലെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു അത്. എന്നാൽ വാർത്ത അവിടെ തീരുന്നുണ്ടായിരുന്നില്ല. പാണ്ഡുവിന്റെ അതേ ചിതയിൽ തന്നെ സ്വയം തീ കൊളുത്തി മധുരറാണി മരണമടഞ്ഞിരിക്കുന്നു. അന്ന് രാത്രി ഹസ്തിനപുരം കൊട്ടാരം പൂർണ്ണ ശാന്തമായിരുന്നു. പതിവ് ഗാനമേളങ്ങളോ വിനോദങ്ങളോ ഒന്നും തന്നെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും ഉള്ളിൽ ആ വേദന എരിഞ്ഞു കത്തി.